എൻ്റെ ലാപ്ടോപ്പിൻ്റെ സ്റ്റോറേജ് ഏകദേശം തീർന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളതൊന്ന് അപ്ഡേറ്റ് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ കയ്യിൽ ഓൾറെഡി SSDകളുണ്ട്, പക്ഷേ അത് സ്പീഡില്ലാത്തതുകൊണ്ട് നമ്മൾ ഇത്തവണ NVMe-യിലേക്കാണ് പോകുന്നത്. സോ ഇതാണ് വെസ്റ്റേൺ ഡിജിറ്റലിൻ്റെ ഒരു NVMe 1 GB ആണ് ഇതിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി വരുന്നത്. ഇത് എക്സ്റ്റേണലായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു എൻക്ലോഷർ വാങ്ങിയിട്ടുണ്ട്. ഇത് കേബ്ലറ്റിൻ്റെ എൻക്ലോഷറാണ്. നമുക്കാദ്യം NVMe-യുടെ പാക്ക് ഓപ്പൺ ചെയ്യാം. അതിൻ്റെ അകത്തൊരു ആരും വായിക്കാത്തൊരു മാനുവൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ 1 GB NVMe വരുന്നുണ്ട്. ഇനിയുള്ളത് ക്യാബ്ലറ്റിൻ്റെ ഈ എൻക്ലോഷറാണ്. നമ്മൾ എക്സ്റ്റേണലായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എൻക്ലോഷർ വരുന്നത്. അതിൻ്റെ അകത്തും ഒരു മാനുവലുണ്ട്, ഒരു USB കേബിളുണ്ട്, ഒരു ടാഗുണ്ട്, ഒരു സ്ക്രൂ ഡ്രൈവർ, പിന്നെ കുറച്ച് എക്സ്ട്രാ സ്ക്രൂസ്, പിന്നെ നമ്മുടെ എൻക്ലോഷറാണ് വരുന്നത്. NVMe എൻക്ലോഷറാണ് വരുന്നത്. നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. ബോഡി അലുമിനിയം ആണ്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് സ്ക്രൂ അഴിക്കുക. അതിനുശേഷം അതിൻ്റെ ക്യാപ്പ് ഊരിയെടുക്കുക. അതിനുള്ളിലെ അഡാപ്റ്ററിൽ ഒരു സ്ക്രൂ ഉണ്ട്, അതും അഴിച്ചെടുക്കുക. സ്ക്രൂ അഴിച്ചതിന് ശേഷം നമുക്ക് NVMe ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. ഒരു ഡയറക്ഷനിൽ മാത്രമേ ഇൻസേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ, അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. അതിനുശേഷം ഈ സ്ക്രൂ ഉപയോഗിച്ച് ഇവിടെ ഫിക്സ് ചെയ്യാം. അതിനുശേഷം ഹീറ്റ് ഡിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി ഇതിനൂടെ കിട്ടിയിരിക്കുന്ന ഈ തെർമൽ പാഡ് ഇവിടെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കുക. ശേഷം നമുക്ക് ടാഗ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ചിട്ട് അതിൻ്റെ ക്യാപ്പ് അടയ്ക്കുക. അത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ എക്സ്റ്റേണൽ NVMe. സോ അതിൻ്റെ കൂടെ വരുന്ന USB കേബിളാണിത്. ഇതൊരു A to C കേബിളാണ്, പക്ഷേ അതൊരു അഡാപ്റ്ററാണ്. നമുക്കത് ഊരിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ C to C ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു എൻഡ് നമ്മുടെ NVMe-യിലേക്കും മറ്റേ എൻഡ് നമ്മുടെ PC-യിലേക്കും കണക്ട് ചെയ്യുകയാണ്. അത് ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇത് കണക്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ NVMe-യിൽ ഒരു ബ്ലൂ ലൈറ്റ് ഉണ്ട്, അത് ബ്ലിങ്ക് ചെയ്യുന്നതാണ്. നമുക്ക് C to C വെച്ചിട്ട് ഫോണിലേക്കും കണക്ട് ചെയ്യാം. ഇവിടെ ഞാൻ ഫോണിൽ കണക്ട് ചെയ്തു, ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ട്, സ്റ്റോറേജ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ റൈറ്റിംഗ് സ്പീഡ്. ഇപ്പോൾ ഇവിടെ കിട്ടുന്നത് 290-280 MB/s ആണ്. ബട്ട് ഇതിൻ്റെ സ്പെക്കിൽ പറഞ്ഞിരിക്കുന്നത് 5 GB/s ആണ്. ആ സ്പീഡ് കിട്ടണമെങ്കിൽ നമ്മൾ NVMe സ്ലോട്ടിൽ തന്നെ ഇടണം. ഡയറക്റ്റായിട്ട് യൂസ് ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ഇതിൻ്റെ ലിങ്ക് ഉണ്ടാവും, ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പം താങ്ക്സ്.